ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഫോൺസി കിച്ചൻ്റെ ഗാർഡൻ ടൂറാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന വഴി. അതായത് മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു പോക്കറ്റ് വഴിയുണ്ട്, അതിൽ കൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ആ വഴിയാണിത്. അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ വീട്. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് കേട്ടോ. എൻട്രൻസിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ലോപ്പ് കൊടുത്തേക്കാണ് താഴ്ത്തിക്ക്. എന്നിട്ട് അവിടെ പരിക്കം ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ പുല്ല് പിടിപ്പിച്ച് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ രണ്ട് സൈഡായിട്ട് ചെടി വെച്ചേക്കണം കേട്ടോ. ഇവിടെ നിന്ന് നടുക്ക് വഴി കൊടുത്തിട്ട് രണ്ട് സൈഡിലായിട്ടാണ് ചെടി വെച്ചേക്കണം. അപ്പോൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പേരമരമാണുള്ളത്. ഒരു പേരമരം ഉണ്ടാകും. നമ്മൾ ഇതായിട്ട് പോവാതെ കട്ട് ചെയ്ത് നിർത്തിയാക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നിർത്തിയാക്കുന്നതാണ്. പിന്നെ ഇവിടെ നമ്മൾ റോട്ടൺ പ്ലാന്റ് എന്താ ചെയ്തേക്കണം. റോട്ടൺ പ്ലാന്റിൻ്റെ ഉള്ളിൽ റെഡ് പ്ലാന്റ് കൊടുത്തേക്കണം. ഈ ബോർഡർ അറ്റം വരെ കൊടുത്തിട്ടുണ്ട്. കട്ടായിട്ടാണ് നമ്മൾ തിരിച്ചേക്കണം. റോട്ടൺ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്, റെഡ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കുഫിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ഇതൊരു ബോക്സ് പോലെ തിരിച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് ക്യാറ്റ് ഗ്ലോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുട പോലെ ഉള്ള ഷേപ്പിൽ നമ്മൾ വെട്ടി നിർത്തിയേക്കണം. കൊടുത്തിട്ട് അങ്ങനെ വെട്ടി നിർത്തിയേക്കുന്നതാണ് കേട്ടോ. ഇപ്പുറ വശത്തായാലും നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്ത് ഒരു കടലാസ് ചെടിയുടെ തയ്യാണ്ട വെച്ച് കൊടുത്തേക്കണം. അത് പടർന്ന് നല്ല വലിയ മരമായേക്കാം കേട്ടോ. പിന്നെ താഴെ വരുമ്പോൾ മതിലിൻ്റെ ഷേപ്പിൽ തന്നെ അതിൻ്റെ ആകൃതിയിൽ തന്നെ നമ്മൾ ക്രോട്ടൺ പ്ലാന്റ് വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ആ ഹൈറ്റിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കണതാണ്. അതിൻ്റെ ബാക്കിൽ വരുന്നത് റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ബാക്കിൽ നമ്മൾ റെഡ് പ്ലാന്റ് കൊടുത്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്ത് പോന്നേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ ഈ ആദ്യം ക്രോട്ടൺ പ്ലാന്റ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് റെഡ് പ്ലാന്റ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ആ കളറിലുള്ള വേറൊരു പ്ലാന്റ് ആട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് അറ്റം വരെയാണ് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കണത്. അപ്പം നമ്മൾ സ്ലോപ്പ് ഇറങ്ങി വരുന്നിടത്ത് നിന്ന് തുടങ്ങി ചരലാണ് ഇട്ട് കൊടുത്തേക്കണത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചുറ്റും നമ്മൾ ചരലാണ് ഇട്ട് കൊടുത്തേക്കണം. ഒരു പകുതി അരേലിയാണ് കേട്ടോ കൊടുത്തേക്കണം. വൈറ്റ് അരേലിയാണ് കൊടുത്തേക്കണത്. പിന്നെ ഇപ്പത്തേക്ക് വരുമ്പോൾ കുഫിയ പ്ലാന്റാണ് ഇട്ടത്. ഒരു വൈറ്റ് പൂവുണ്ടാവും. ആ ഒരു പ്ലാന്റാണ് കൊടുത്തേക്കണം. നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ആയിട്ട് ഒരു മാങ്കോസ്റ്റീനുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൊല്ലം കായ്ക്കാറുണ്ട്. ഇപ്രാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മാങ്കോസ്റ്റീനും ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നതുണ്ടോ. ഓരോ ഗാർഡനുകളായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതായത് നമ്മുടെ നാടൻ മറക്കണ ചെടിയാണ്. നമ്മുടെ വൈറ്റ് അരേലിയാണ് കേട്ടോ. അങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ച് കൊടുത്തേക്കുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ കൊടുത്തേക്കണം. അപ്പോൾ ഈ കളർ കോമ്പിനേഷൻ നന്നായിട്ട് ചേരുന്നത് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുന്നതാണ്. ഇത് കട്ട് ചെയ്ത് നിർത്തും കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ ചെടികളൊക്കെ കട്ട് ചെയ്യും കേട്ടോ. അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കൊടുത്തേക്കണത്. ഇങ്ങനെ അറ്റം വരെ അഗ്ലോണിമ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് മിൽക്കി ബാമാണ് കേട്ടോ കൊടുത്തേക്കണം. ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അത് പിടിച്ച് വരുന്നുള്ളൂ കേട്ടോ. അതാണ് അങ്ങനെ നിൽക്കണം. ഇവിടെ മിൽക്കി ബാം കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ വെയിൽ നന്നായിട്ട് കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കളർ അങ്ങനെ നിൽക്കണം. നല്ല ഭംഗിയായിരിക്കുള്ളൂ കാണാനായിട്ട്. ഇത് നമ്മുടെ എലിഞ്ഞിമരമാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മുടെ വീടിന് ഏറ്റവും ഭംഗി തരുന്ന ഒരു മരമാണ് എലിഞ്ഞിമരം. നമ്മുടെ വീടിൻ്റെ ഈ ഐശ്വര്യം തന്നെ എലിഞ്ഞിമരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കടയ്ക്ക് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഗാർഡനാണ്. ഫ്ലവർ വേസ് പോലെ ഒരു ഗാർഡൻ ചെയ്തേക്കുന്നതാണ്. ഇത് നമ്മുടെ അലോക്കേഷ്യയാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റുകളിലൊക്കെ വെക്കുന്ന പോലത്തെ ചേമ്പിൻ്റെ ഇലയാണിത്. അലോക്കേഷ്യ എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര്. പിന്നെ സ്നേക്ക് പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പല ടൈപ്പിലുള്ള പ്ലാന്റുകളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് വീടിൻ്റെ ഇറയത്ത് നിന്നിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ കളർ കോമ്പിനേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ വീട് കാണാനായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ ബോർഡർ പോലെ കൊടുത്തേക്കുന്നത് ചൈന ഡോളാണ് കേട്ടോ. നല്ലൊരു പ്ലാന്റാണിത്. വെയിലധികം ആവശ്യമില്ല, അധികം കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ്. നല്ല രസമായിട്ട് തന്നെ നിൽക്കൂട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെയൊക്കെയാണ് ഇതിൻ്റെ ഇലകൾ നിൽക്കണേ. നല്ല ഭംഗിയിൽ നിൽക്കുന്നത്.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വഴി ഇട്ടേക്കാണ് നമ്മുടെ ഗാർഡനിലേക്ക് വരാനായിട്ട്. ഇവിടെയാണ് നമ്മൾ കൂടുതലും ഗാർഡൻ സെറ്റിങ്ങൊക്കെ നടത്തുന്ന ഏരിയ. ഇവിടെ കിണറാണ് ഇപ്പുറത്ത്. അവിടെ നമ്മൾ കിണറിൻ്റെ അവിടെയായിട്ട് നമ്മളൊരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ അരേലിയാണ്, ഗ്രീൻ അരേലിയാണ് ചെയ്ത് കൊടുത്തേക്കണത്. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ചരലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം പുല്ല് മുളയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ യെല്ലോ പ്ലാന്റ് ആണ് കേട്ടോ, മഞ്ഞ പ്ലാന്റ്, യൂണിവേഴ്സിറ്റി പ്ലാന്റ് ആണ് ഇവിടെയൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ തെങ്ങിന് ചുറ്റും റൗണ്ടായിട്ട് ക്രോട്ടൺ പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഓരോ സെക്ഷൻ തിരിച്ച് ഇപ്പോൾ റോസിൻ്റെ, കോളാമ്പിയുടെ അങ്ങനെ ഓരോ ഗാർഡനുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് വഴികൾ ഇട്ട് കൊടുത്തേക്കുന്നതാണ് വരാനായിട്ട്. മതിലുണ്ട് കേട്ടോ. മതിലുമ്പോൾ നമ്മ ക്യാറ്റ്സ് ഗ്ലോ കയറ്റി കൊടുത്തേക്കുന്നതാണ്. ഇപ്പോൾ 1 വർഷം ആയിട്ടുള്ളൂ. ഇപ്പോൾ ആയി വരുന്നുള്ളൂ കേട്ടോ, നിറഞ്ഞ് വരുന്നുള്ളൂ പ്ലാന്റ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു കേട്ടോ. 1 വർഷം ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇനി നമ്മുടെ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ 2 ഭാഗത്തും നമ്മൾ ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ 2 സൈഡിലും നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുത്തേക്കണം. അതിന് വെയിലധികം ആവശ്യമില്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ 2 സൈഡിലും അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് വെച്ച് കൊടുത്തേക്കണേ. അപ്പോൾ ഇതിനധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ വലിയ ചട്ടികളിലായിട്ടാണ് പ്ലാന്റുകൾ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല വലിയ ചെടികളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് വീടിൻ്റെ സൈഡ് ഭാഗമാണ് കേട്ടോ. ഒരു വശം ഇത്ര നേരം നിങ്ങൾ ആ ഭാഗമാണ് കണ്ടേ. ഇനിയിപ്പോൾ ഇപ്പുറത്തെ വശമാണ്. അപ്പോൾ ഇവിടെ ഒരു ജാതി വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ബോർഡറായിട്ട് ക്രോട്ടൺ പ്ലാന്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ മിൽക്കി ബാമും റെഡ് പ്ലാന്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചേക്കണേ. ഒരു ബോർഡർ പോലെ അറ്റം വരെ വെച്ചേക്കാം കേട്ടോ. കൊമ്പും മിറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെച്ച് തിരിച്ചേക്കാണ്. വെറുതെ കട്ടകൾ പറക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ, സിമെൻറ്റ് കട്ടകൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുത്തേക്കാണ്. അപ്പം ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെ കുപ്പിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ വൈറ്റും പിങ്ക് കളറാണ് കേട്ടോ പൂവുള്ളത്. അപ്പം ഇത് നമ്മൾ ചട്ടിയിലാണ് വെച്ചേക്കണത് കേട്ടോ. ബോൾ ഷേപ്പിലാക്കാനായിട്ടാണ് ഇങ്ങനെ ചട്ടിയിലൂടെ വെച്ച് കൊടുത്തേക്കുന്നത്. അങ്ങനെ അറ്റം വരെ ഈ പ്ലാന്റ് വെച്ച് കൊടുത്തത്. ഈ സൈഡിൽ റെഡ് പ്ലാന്റും മിൽക്കി പാമ്പും കൂടിയാണ് വെച്ച് കൊടുത്തത്. അപ്പം നടുക്കിക്കൂടെ നമ്മൾ ഇങ്ങനെ പോവാനായിട്ട് വഴി ഇട്ടേക്കണ്. ആ വഴിയിൽ നമ്മൾ ചരലാണ് ഇട്ടേക്കണേ. നമ്മൾ ഇപ്രവസ്ഥയ്ക്ക് വരുമ്പോൾ ഇവിടെ നമ്മ ക്രോട്ടൺ പ്ലാന്റിൻ്റെ വേറൊരു എനോട്ട സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂവിനായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മ പയറാണ് നട്ടിരുന്നത്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നമ്മൾ പയർ വിളവെടുക്കുന്നതൊക്കെ. പിന്നെ ഇവിടെ മദറിനോട് ചേർന്ന് നമ്മ യുജീനിയ ഇട്ട വെച്ച് കൊടുത്തേക്കണേ. അതിൻ്റെ ഇടയിൽ ക്യാബേജിൻ്റെ തൈകൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബുഷ് ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്ത് നിർത്താറുണ്ട്. പിന്നെ നമ്മുടെ കടലാസ് ചെടിയുടെ താഴെ നമുക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വിശ്രമവേളകൾ ആനന്ദകരമാക്കുക. ഇവിടേക്ക് ഇരിക്കാം. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ ചോടെ ഇരിക്കാനായിട്ട്. പിങ്ങിൽ എല്ലാവരും ഇവിടെ പിങ്ക് കളറാണ്. പിങ്കുമയാണ്, പിങ്കുമയം. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ കാണാൻ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് പറമ്പാണ് കേട്ടോ. ഇത്രയും പറമ്പാണ്. നമ്മൾ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ വെച്ച് കൊടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഒരു കട്ട മൊത്തം റെഡ് പ്ലാന്റ് നിറയ്ക്കാനായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത്. സെയിലിനുള്ള പ്ലാന്റ് ചെയ്യാനുള്ള ഏരിയ ആണ് ഈ കിടക്കുന്നത് മുഴുവനും. അപ്പം നമുക്ക് നമ്മൾ അവിടെ സെയിലിനുള്ള പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മളുടെ പ്ലാന്റൊക്കെ റെഡി ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് പ്ലാന്റ് ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പ്ലാന്റ് സെയിൽ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാന്റ് സെയിലില്ലാത്തത്. കാരണം നമ്മളിത് കട്ടിങ്സാണ് ഇതിൻ്റെ നട്ട് കൊടുക്കുന്നത്. അപ്പോൾ നട്ട് കൊടുക്കുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇങ്ങനെ വാടിയോണം നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വേര് പിടിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ ഉഷാറായിട്ട് വന്ന് നല്ല പ്ലാന്റായിട്ട് കിട്ടണത് കേട്ടോ.
നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാൻ, ലൂബി, പ്ലാവ്, ജബോട്ടിക്ക, പിന്നെ മിറാക്കിൾ ഫ്രൂട്ട്, അബിയു, പേര, ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ തോട്ടത്തിൽ. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മ ഒരു കുട്ടിപ്പട്ടാളങ്ങൾക്കൊരു കൃഷിത്തോട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൃഷിത്തോട്ടമാണ് ഈ കാണുന്നത്. അവർ നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകണുണ്ട് കേട്ടോ. അത് അവരും റെഡ് പ്ലാന്റ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേ മുളകും ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നിൽക്കണുണ്ട് കേട്ടോ. അവർ നന്നായിട്ട് അവര് നല്ല രീതിയിൽ നോക്കണുണ്ട് കേട്ടോ. ഇനി നമ്മ വരുന്നത് നമ്മുടെ അടുക്കളയിലേക്കാണ് കേട്ടോ വരണേ. ഇവിടെ നമ്മ ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മ ഇവിടെയും ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മൾ കോണിച്ചോട് ചെയ്ത ഗാർഡനാണിട്ടത്. നമ്മുടെ അടുക്കള വശത്ത് നമ്മൾ കോണിച്ചോട് ചെയ്ത ഗാർഡനാണിട്ടത്. അപ്പോൾ അതിനകത്ത് ചെടികളൊക്കെ വലുതായി നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ അടുക്കള ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അവിടെയൊക്കെ. പിന്നെ നമ്മൾ കോണിച്ചോടൊക്കെ ഏത് നേരവും ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിയിടും. അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം അതിപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കണുണ്ട്. ഇത് ക്രോട്ടൺ പ്ലാന്റിൻ്റെ വേറൊരു ഇനമാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിലേക്ക് കയറാനുള്ളത്. അവിടെ നമ്മൾ 2 സൈഡിലായിട്ട് സ്നേക്ക് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുക്കളയുടെ വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ ഇതാട്ടോ, ഒരു കിച്ചൺ ടൂർ ചെയ്യാൻ. ഇവിടെയാണ് നമ്മ നെൽകൃഷി ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ അവർക്ക് ഫുട്ബോൾ കളിക്കാനുള്ളൊരു മൈതാനമായിട്ട്. അപ്പോൾ വെക്കേഷൻ ടൈമിൽ പാടത്ത് അവർ ഫുട്ബോൾ കെട്ടി കളിക്കാണ്. കുട്ടികൾ നട്ടു കൊടുത്തേക്കണത് കേട്ടോ. ഇപ്പോൾ അവിടെ കുരുമുളകുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോക്സ് പോലെ ഈ പെട്ടി വെച്ച് തിരിച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് ഒരു പ്രത്യേക ഭംഗി കിട്ടും കേട്ടോ. നമ്മൾ ഏതൊരു കൃഷിത്തോട്ടം ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുള്ളൂ. നല്ല ഭംഗിയിൽ കിടക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൃഷിത്തോട്ടം ചെയ്തതിനൊക്കെ ഈ പെട്ടികൾ വെച്ച് കള്ളി തിരിച്ച് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫ്ലൈൻ ഡക്കും കോഴിയൊക്കെ ഉള്ളത്. അവരെ നമ്മൾ ഇങ്ങനെ ചുറ്റും നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് അതിനകത്ത് വെള്ളവും കുളിക്കാനൊക്കെ ആയിട്ട് ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്ന് നമ്മളുടെ പച്ചക്കറിയും കാര്യങ്ങളൊന്നും നശിപ്പിക്കുകയും ചെയ്യില്ല. അവർക്ക് വിശ്രമിക്കാനും അവർക്ക് സന്തോഷമായി ഉല്ലസിക്കാനൊക്കെ അതവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇത്രയാണ് നമ്മുടെ ഗാർഡനും മിറ്റവും പറമ്പും എല്ലാനും. ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കണത്. ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്ര നല്ല ഭംഗിയിൽ നിൽക്കണത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരു വലതുവശം നമ്മൾ കാണിച്ചു, ഇനി ഇടതുവശം കൂടി കാണിക്കാനുണ്ട്. അപ്പോൾ അതൊരു സസ്പെൻസ് ആയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കുറേ പേർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാവും ചരലെങ്ങനെ കിട്ടണമെന്ന്. ചരൽ നമ്മൾ പറമ്പൊക്കെ നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അടിച്ചെടുക്കണതാണ്. അങ്ങനെ കുറേശ്ശെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത്രയും ആക്കിയത് കേട്ടോ. ഓരോ ദിവസം അടിക്കുമ്പോൾ കിട്ടുന്ന ചരലുകളാണ് നമ്മളിവിടെ മുറ്റത്ത് കൊണ്ടുവന്നിട്ടേക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ റെഡ് പ്ലാന്റ് ഇപ്പോൾ സെയിലില്ല. മെയ് മാസം ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് സെയിൽ തുടങ്ങുള്ളൂ. കാരണം ഇപ്പോൾ 2-3 മാസം നല്ല വേനലായതുകൊണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് കിട്ടില്ല. ഞാനത് നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്കായാലും പിടിച്ച് കിട്ടാൻ പാടാണ്. അപ്പം അതുകൊണ്ടാണ് ഒന്ന് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പ്ലാന്റ് ഞാൻ സെറ്റാക്കി തരാം. അപ്പം ഞാൻ അറിയിക്കാം. പ്ലാന്റ് ആവുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ. പിന്നെ നമ്മളിതൊക്കെ കട്ട് ചെയ്ത് നിർത്തുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാടൻ ചെടികളാണ്, സാധാ നാടൻ ചെടികളാണ്. ഇതൊക്കെ ആകുമ്പോൾ വലിയ മെയിൻ്റെനൻസ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇലച്ചെടികൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നാടൻ ചെടികൾ വെക്കുമ്പോൾ എന്നുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചട്ടിയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ നമ്മൾ മെയിൻ്റെനൻസ് കുറവായിട്ട് കൊണ്ടുപോയാൽ മതി. അധികം വളപ്രയോഗങ്ങളൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച വീട്ടിലേക്ക് ഇല്ലെങ്കിലും ഇവർ ഇതുപോലെ തന്നെ ഒക്കെ നിന്നോളൂ. പിന്നെ കട്ടിങ്സാണ് മെയിനായിട്ട് ഞാനിതിൽ ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസം കട്ട് ചെയ്ത് ഒരേ ലെവലിൽ കട്ട് ചെയ്ത് നിർത്തും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് തന്നെ നിൽക്കണത്. വളം കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടാണ് വളം അത് നേർപ്പിച്ചിട്ടാണ് വളമായിട്ട് കൊടുക്കണത്.
പിന്നെ നമ്മൾ ഇടയ്ക്ക് ചാണകപ്പൊടി, ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ കേട്ടോ. ഇതൊക്കെ ഇലച്ചെടികളായതുകൊണ്ട് തന്നെ വേറെ വളങ്ങളൊന്നും ഇവർക്ക് ആവശ്യമില്ല. ഈ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ചത് തന്നെ മതി. മെയിനായിട്ടുള്ള വളം അത് തന്നെ മതി കേട്ടോ. എല്ലാ ചെടികൾക്കും ആ ഒരു വളം മാത്രം മതി. പിന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ കൂടെ വെക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്കും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കീടങ്ങൾ, നമ്മുടെ ചെടിത്തോട്ടത്തിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രാണികളൊക്കെ പൊക്കോളൂ കേട്ടോ. ഈ വളം ഒഴിക്കുന്നതിൻ്റെ ഒപ്പം ആ സ്മെല്ലും കൂടി ചെല്ലുമ്പോൾ അവരും ആ കീടങ്ങളൊക്കെ ചത്തുപൊക്കോളും. അപ്പം നമ്മളുടെ ചെടികൾ കൂടുതലും നല്ല ഭംഗിയായിട്ട് നല്ല ആരോഗ്യത്തോടെ ഇലയൊക്കെ പുഴു തിന്നാതൊക്കെ നിന്നോളൂ കേട്ടോ. ദിവസവും നമ്മൾ നനയ്ക്കും. വൈകിട്ടാണ് നമ്മൾ നനയ്ക്കുന്നത്. എനിക്ക് ചെടികൾക്ക് വൈകിട്ട് നനച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ വൈകിട്ടാണ് കൂടുതലും നനയ്ക്കാറുള്ളൂ. പിന്നെ നനയ്ക്കണത് കൊണ്ട് തന്നെ പുല്ലും നന്നായിട്ട് വരും. നമ്മൾ കുത്തിയിരുന്ന് പറിച്ചിട്ടാണ് ഇത്ര നല്ല ഇതായിട്ട് തന്നെ കിടക്കണത് കേട്ടോ. നമ്മൾ പറിക്കുമ്പോൾ തൂമ്പോണ്ട് ചെത്തനേക്കാളും നല്ലത് കൈ കൊണ്ട് പറിച്ച് കളയണതാണ് നല്ലത്. അപ്പോൾ അത് വേരെപ്പാടി പറിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വേര് അവിടെ നിൽക്കില്ല. അപ്പോൾ അത് മൊത്തം പോവും, ആ പുല്ല് മൊത്തം പോയി കളയും. അല്ലാന്നുണ്ടെങ്കിൽ ആ വേര് നമ്മൾ തൂമ്പോണ്ട് ചെത്തുമ്പോൾ വേര് അവിടെ നിൽക്കുമ്പോൾ പിന്നെയും നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ പിന്നെയും അത് പൊടിച്ച് വരും, കിളിർത്ത് വരും. അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയാവും. പിന്നെ ഡെയിലി അടിക്കാൻ നോക്കാം. അടിക്കൽ കുറവാകുമ്പോഴാണ്